Today in this class we are going to study about variance as well as combined standard deviation. First of all, what is meant by variance? Variance is also known as mean square deviation. വേരിയൻസിനെ നമ്മൾ മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നും വിളിക്കാറുണ്ട്. വേരിയൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഓഫ് എ സീരീസ് ഫ്രം ദ മീൻ. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടില്ലേ? ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് ആക്ച്വലി വേരിയൻസ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ വി ഈക്വൽ ടു സിഗ്മ സ്ക്വയർ, വേർ സിഗ്മ ഈസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ വി ഈക്വൽ ടു എസ് ഡി സ്ക്വയർ എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. പൊതുവേ വേരിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ സപ്പോസ് ഒരു ക്വസ്റ്റ്യനിൽ വേരിയൻസ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ, അതിൻ്റെ ഇരട്ടി എടുത്താൽ, അതായത് 3 എന്നാണ് എസ് ഡി കിട്ടുന്നതെങ്കിൽ 3 സ്ക്വയർ, അതായത് 9 ആയിരിക്കും വേരിയൻസ്. അപ്പോൾ ആ രീതിയിൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് വേരിയൻസ്. സോ നമ്മൾ അങ്ങനെ പ്രോബ്ലം നോക്കുന്നില്ല, ജസ്റ്റ് ഡെഫിനിഷനായിട്ട് പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഹെഡിങ് ഇസ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. രണ്ടിലധികം ഗ്രൂപ്പുകളോ ഒരു ക്വസ്റ്റ്യനിലുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കമ്പൈൻഡ് ആയിട്ട് കാണേണ്ടി വരും. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാണ്: സിഗ്മ 1 2 ഈക്വൽ ടു root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square the whole divided by n1 plus n2. n1 എന്ന് വെച്ചാൽ ഫസ്റ്റ് സീരീസിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ്, n2 മീൻസ് സെക്കൻഡ് സീരീസിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ്. സിഗ്മ 1 2 എന്ന് വെച്ചാൽ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സിഗ്മ 1 എന്ന് വെച്ചാൽ ആദ്യത്തെ സീരീസിൻ്റെ എസ് ഡി, സിഗ്മ 2 മീൻസ് രണ്ടാമത്തെ സീരീസിൻ്റെ എസ് ഡി, d1 എന്ന് വെച്ചാൽ ആദ്യത്തെ സീരീസിൻ്റെ ഡീവിയേഷൻ. ഇക്വേഷൻ x1 ബാർ മൈനസ് x12 ബാർ. d2 എന്ന് വെച്ചാൽ സെക്കൻഡ് സീരീസിൻ്റെ ഡീവിയേഷൻ, അതിൻ്റെ ഇക്വേഷൻ x2 ബാർ മൈനസ് x12 ബാർ. x12 ബാർ എന്ന് വെച്ചാൽ കമ്പൈൻഡ് മീനാണ്, അത് കാണാനുള്ള ഇക്വേഷൻ n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഓക്കെ, n1 n2 അറിയാം, x1 ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സീരീസിൻ്റെ മീൻ, x2 ബാർ എന്ന് വെച്ചാൽ സെക്കൻഡ് സീരീസിൻ്റെ മീൻ. ഓക്കെ, ഇക്വേഷൻ കാണുമ്പോൾ ഒരു ഇച്ചിരി പാടാൻ തോന്നും, പക്ഷേ അത് എളുപ്പമാണ്, ബൈ ഹാർട്ട് ചെയ്യുക. അതുപോലെ ഒത്തിരി അധികം ഇക്വേഷൻസ് ഇതുവരെ തന്നെ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇക്വേഷൻസ് ഒന്ന് എഴുതിപ്പോയാൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. അതല്ലെങ്കിൽ എപ്പോഴും നോട്ടും ടെക്സ്റ്റും ഒക്കെ മറിച്ച് നോക്കി കണ്ടുപിടിക്കുന്ന ഇത്തിരി പാടാണ്. അപ്പോൾ ഓരോ ടോപ്പിക്സും അതിൻ്റെ ഇക്വേഷൻസും മാത്രമെങ്കിലും നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അതും ഇക്വേഷൻസ് കഴിവതും എഴുതി പഠിക്കുക. ഒരു 10 വട്ടമെങ്കിലും ഒരു ഇക്വേഷൻ എഴുതി പഠിച്ചാലേ അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. പ്രോബ്ലം നോക്കാം. ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സീരീസ് എയിനെ നമുക്ക് ഫസ്റ്റ് സീരീസായിട്ടും സീരീസ് ബീനെ സെക്കൻഡ് സീരീസായിട്ടും എടുക്കാം. അപ്പോൾ തന്നേക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കുക. മീൻ തന്നിട്ടുണ്ട്, ആദ്യത്തെ സീരീസിൻ്റെ 63. അപ്പോൾ x1 ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 63. ഇനി x2 ബാർ എത്രയാണ്? 54. അപ്പോൾ ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ആദ്യം എഴുതി വെക്കണേ. x1 ബാർ ഈക്വൽ ടു 63, x2 ബാർ ഈക്വൽ ടു 54. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, അതായത് സിഗ്മ 1 9ഉം സിഗ്മ 2 എത്ര വരും? 6ഉം വരും. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ഐറ്റംസ്, അതായത് n1 എന്ന് പറയുന്നത് 50, n2 എന്ന് പറയുന്നത് 40. ഇത്ര എഴുതി വെക്കുക. ആഫ്റ്റർ ദാറ്റ് സിഗ്മ 1 2 ആണ് കാണേണ്ടത് അല്ലേ, കമ്പൈൻഡ് എസ് ഡി. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കുക. അപ്പോൾ ഇക്വേഷൻ്റെ ഇടയിൽ നോക്കാൻ ഇക്വേഷൻ നോക്കുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് x12 ബാർ എന്നൊരു ടേം കൂടെ ആവശ്യമാണ്, കാരണം d1ഉം d2ഉം കാണണമെങ്കിൽ x12 ബാർ വേണം. അപ്പോൾ x12 ബാർ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. x12 ബാറിൻ്റെ ഇക്വേഷൻ കൊടുക്കുന്നു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. n1ഉം x1 ബാറും എല്ലാം അറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ബ്രാക്കറ്റിൽ വരാൻ നേരത്തെ ബ്രാക്കറ്റിലുള്ളത് വേണം ആദ്യം സോൾവ് ചെയ്യാൻ, അറിയാമല്ലോ. അപ്പോൾ ആദ്യം 3150 എന്ന് കിട്ടും, പ്ലസ് അടുത്ത ബ്രാക്കറ്റ് 2160 എന്ന് കിട്ടും, ബൈ 90 ചെയ്യുമ്പോൾ 59 എന്ന ആൻസർ വരും.
ഇനി D1 കാണണം, D2 കാണണം. D1ൻ്റെ ഇക്വേഷൻ x1 ബാർ മൈനസ് x12 ബാർ. x1 ബാർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു 63, x12 ബാർ ഇപ്പോൾ കണ്ടുപിടിച്ചു 59. സോ തമ്മിൽ കുറയ്ക്കുമ്പോൾ 4 എന്ന് കിട്ടും. ഇതുപോലെ D2 കണ്ടു. ഇനി സിഗ്മ 1 2 എന്ന ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് ചെയ്യണം. ബ്രാക്കറ്റ്സ് ഓരോന്ന് സോൾവ് ചെയ്തതിന് ശേഷമേ ബാക്കി സോൾവ് ചെയ്ത് വരാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ടേംസും സോൾവ് ചെയ്ത് ലാസ്റ്റ് തമ്മിൽ കൂട്ടാനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ചെയ്ത് വരാൻ നേരത്ത് √81 അതായത് 9 എന്ന് കിട്ടും. സോ സിഗ്മ 1 2 അഥവാ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഗിവൺ ഡേറ്റ ഇസ് 9. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 32. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് നോക്കിയാൽ മതി. സ്റ്റെപ്സ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ചെയ്യാൻ നിൽക്കരുത്, തനിയൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ടൗൺസിൻ്റെ ഇൻകം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. ഫസ്റ്റ് വൺ, ഇൻ വിച്ച് ടൗൺ ഇസ് ദ വേരിയേഷൻ ഇൻ ഇൻകം ഗ്രേറ്റർ? വരുമാനത്തിലുള്ള വേരിയേഷൻ കൂടുതൽ ഏത് ടൗണിലാണ്? രണ്ടാമത്തേത്, വിച്ച് ടൗൺ മൊബിലൈസസ് ലാർജർ എമൗണ്ട് ആസ് ഇൻകം? കൂടുതൽ ഇൻകം കിട്ടുന്നത് ഏത് ടൗണിലാണ്? ദെൻ വാട്ട് ഈസ് എ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ 2 ടൗൺസ് പുട്ട് ടുഗെദർ? 2 ടൗണിൻ്റെയും കൂടെയുള്ള കമ്പൈൻഡ് SD കണ്ടുപിടിക്കുക. ഇതാണ് 3 കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. വേരിയേഷൻ ഇൻ ഇൻകം ആർക്ക് കൂടുതലെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ വേരിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? വേരിയേഷൻ കാണണം. ദാറ്റ് മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണണം അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഇക്വേഷൻ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയേ. SD ബൈ മീൻ ഇൻറ്റു 100 അല്ലേ? അപ്പോൾ SD ബൈ മീൻ ഇൻറ്റു 100 കാണണമെങ്കിൽ SD അറിയണം. അപ്പോൾ SD കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. കാര്യം വേരിയൻസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസിൻ്റെ റൂട്ടായിരിക്കും. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചോണേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് വേരിയൻസ് ആൻഡ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ. ഓക്കെ. നമ്മൾ ഈ ഇക്വേഷൻ മറ്റേ SD ഈക്വൽ ടു വലിയ ഇക്വേഷൻ യൂസ് ചെയ്യാത്തത് ഇവിടെ ഡയറക്റ്റ് വേരിയൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടാൽ ഒറ്റയടിക്ക് SD കിട്ടും. അതുകൊണ്ടാണ് വേറെ ഇക്വേഷൻസ് യൂസ് ചെയ്യാത്തത്. തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് വേണം ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ. സോ SD ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ ടൗൺ എയുടെയും കാണണം, ടൗൺ ബിയുടെയും കാണണം. ടൗൺ എയുടെ എന്ന് പറയുമ്പോൾ √100 10 എന്ന് കിട്ടും. ടൗൺ ബിയുടെ SD √81 9 എന്ന് കിട്ടും. ഓക്കെ. ഇനി CV കാണാം. CV എന്ന് വെച്ചാൽ 2 പേരുടെയും കാണണം. ടൗൺ എയുടെ CV 5.71 എന്നും ടൗൺ ബിയുടെ CV 4.81 എന്നും കിട്ടും. അപ്പോൾ ഇതിൽ നോക്കിയേ, ആർക്കാ കൂടുതൽ വേരിയൻസ് ഉള്ളത്? വേരിയൻസ് കൂടുതൽ 5.71 ആണ്, അതായത് ടൗൺ എയ്ക്കാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് ഗ്രേറ്റർ വേരിയബിലിറ്റി ഇൻ ടൗൺ എ ഓർ ട്രിവാൻഡ്രം ടൗൺ ആസ് ഇറ്റ് CV ഈസ് ഗ്രേറ്റർ. ഇനി രണ്ടാമത് പറഞ്ഞേക്കുന്നത് ഇൻകത്തിൻ്റെ കേസാണ്. കൂടുതൽ ഇൻകം ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കാണണം. ടോട്ടൽ ഇൻകം കണ്ടാലല്ലേ ആർക്കാണ് കൂടുതൽ, ഏത് ടൗണിനാണ് കൂടുതൽ ഇൻകം എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നേക്കുന്ന എന്തൊക്കെയാണ്? നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ട്, ആവറേജ് ഇൻകം ഉണ്ട് അല്ലേ? ആവറേജ് ഇൻകം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആവറേജ് അഥവാ മീനാണ് തന്നേക്കുന്നത്, മീൻ ഇൻകം. ഓക്കെ. അപ്പോൾ നമുക്ക് അവിടുന്ന് ടോട്ടലിലോട്ട് എത്തണം. നമുക്കറിയാവുന്ന ഇക്വേഷൻ, ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മീൻ കാണാനുള്ള ഇക്വേഷൻ x ബാർ ഈക്വൽ ടു സിഗ്മ x ബൈ n. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ സിഗ്മ x ഈക്വൽ ടു x ബാർ ഇൻറ്റു n എന്ന് പറയാമല്ലോ. സിഗ്മ x എന്ന് വെച്ചാൽ എന്താണ്? സം അല്ലെങ്കിൽ ടോട്ടൽ അല്ലേ? അപ്പോൾ ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ x ബാർ ഇൻറ്റു n ആണ്. അപ്പോൾ ടൗൺ എയുടെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ടൗൺ എയുടെ x ബാർ ഇൻറ്റു ടൗൺ എയുടെ n, അതായത് 175 ഇൻറ്റു 600 1,05,000 എന്ന് കിട്ടും. അതേപോലെ ടൗൺ ബിയുടെ ടോട്ടൽ ഇൻകം കാണണം. അതും x ബാർ ഇൻറ്റു x2 ബാർ ഇൻറ്റു n2 എന്ന രീതിയിൽ വരും. അപ്പോൾ 186 ഇൻറ്റു 500 93,000. ഈ 186ഉം 500ഉം ഒക്കെ ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂസ് ആകട്ടോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്.
ഇപ്പം നോക്കിയേ, ടൗൺ എക്ക് 1 ലാഖും ടൗൺ ബിക്ക് 93,000. ഏത് എമൗണ്ട് ആണ് കൂടുതൽ? ടൗൺ എയുടെ എമൗണ്ട് ആണ് കൂടുതൽ. സോ വി ക്യാൻ ഈസിലി സേ ദാറ്റ് ടൗൺ എ മൊബിലൈസസ് ലാർജർ എമൗണ്ട് ആസ് ഇൻകം. ഇൻകം കൂടുതൽ ആർക്ക് തന്നെയാണ്? ടൗൺ എക്ക് തന്നെ ആണ്. ഇനി മൂന്നാമത് പറഞ്ഞേക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ x12 ബാർ ഈക്വൽ ടു നമുക്കറിയാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാല്യൂസ് എല്ലാം ഉണ്ട്, കാര്യം x1 ബാറും x2 ബാറും ഒക്കെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത് x12 ബാർ എന്ന് പറയുന്നത് 180 എന്ന് കിട്ടി. ഇനി സിഗ്മ 1 2 ആണെങ്കിൽ d1 d2 അറിയണം. d1 എന്ന് വെച്ചാൽ x1 ബാർ മൈനസ് x12 ബാർ, അതായത് 175 മൈനസ് 180 മൈനസ് 5 എന്ന് കിട്ടും. അതുപോലെ d2 6 എന്ന് കിട്ടും. ഇനി സിഗ്മ 1 2 എന്ന് പറയുന്ന കമ്പൈൻഡ് SD ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പതുക്കെ ഓരോ ടേംസ് സോൾവ് ചെയ്യുക. അപ്പോൾ 11.017 എന്ന് കിട്ടും. ഒറ്റയടിക്ക് കാൽക്കുലേറ്ററിൽ ഇതെല്ലാം കൂടെ ടൈപ്പ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓരോ ടേംസും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഫൈനൽ കാണാൻ. ഓക്കെ, നൗ കംസ് കറക്ഷൻ ഇൻ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ ചില കേസിൽ ചില ക്വസ്റ്റ്യനിൽ മീൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തെറ്റായിട്ടായിരിക്കും തന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം, എങ്ങനെ കറക്റ്റ് മീനും കറക്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാം എന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. The mean and standard deviation of 100 observations were worked out as 40 and 5 respectively by a personal computer. നമ്മളൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ 100 ഒബ്സർവേഷൻ്റെ, അതായത് n=100 എന്ന രീതിയിൽ വരുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഡേറ്റയുടെ മീൻ 40 ആണ്, എക്സ് ബാർ 40 ആണ്, സിഗ്മ അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. ബട്ട് ബൈ മിസ്റ്റേക്ക് took value 50 in place of 40 for one observation. പക്ഷേ ഒരു ഒബ്സർവേഷന് 40 പകരം നമ്മൾ 50 എന്നാണ് എടുത്തത്. ഓക്കെ, 40 ആയിരുന്നു കറക്റ്റ്, പക്ഷേ 40 പകരം അവിടെ നമ്മൾ എടുത്ത ഡേറ്റ 50 ആണ്, 50 ആണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മീനും കറക്റ്റ് SD-യും കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം കറക്റ്റ് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സിഗ്മ എക്സ് ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു n എന്ന് നമുക്കറിയാം അല്ലേ. അതായത് സം, കറക്റ്റ് അല്ല, തെറ്റായിട്ടുള്ള സമ്മാണല്ലോ ഇവിടെ. ഇൻകറക്റ്റ് സം എന്ന് പറയുന്നത് എക്സ് ബാർ ഇൻറ്റു n ആണ്. അതായത് 40 ഇൻറ്റു 100, അതായത് 4000. അതായിരിക്കും ഇൻകറക്റ്റ് സം, തെറ്റായിട്ടുള്ള സം. ഇനി ഇവിടുന്ന് കറക്റ്റ് സം കാണണം. കറക്റ്റ് സം എങ്ങനെ കാണാം? തെറ്റായിട്ടുള്ള ടോട്ടൽ സമ്മിൽ നിന്നും തെറ്റായ ഡേറ്റ കുറച്ചിട്ട് ശരിയായ ഡേറ്റ ആഡ് ചെയ്താൽ പോരെ. ഒന്നുകൂടെ നോക്കുക. തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് സമ്മിൽ നിന്നും റോങ് ഐറ്റം അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഐറ്റം കുറയ്ക്കുക, എന്നിട്ട് ശരിയായിട്ടുള്ള ഐറ്റം, കറക്റ്റ് ഐറ്റം കൂട്ടുക. ദാറ്റ് മീൻസ് 4000 മൈനസ് 50 പ്ലസ് 40, അതായത് 3990. അപ്പോൾ ശരിക്കും കറക്റ്റ് സം എന്ന് പറയുന്നത് 3990 ആയിരുന്നു. അപ്പോൾ കറക്റ്റ് മീൻ എങ്ങനെ കാണാം? കറക്റ്റ് മീൻ കാണാനുള്ള ഇക്വേഷൻ കറക്റ്റ് സം സിഗ്മ എക്സ് ബൈ n തന്നെ, അതായത് കറക്റ്റായിട്ടുള്ള സം ബൈ കറക്റ്റായിട്ടുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ n-ന് മാറ്റമൊന്നുമില്ല, 100 തന്നെയാണ്, പക്ഷേ സമ്മ് വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് 3990 ബൈ 100, 39.90 എന്ന് കിട്ടും. അതാണ് കറക്റ്റ് മീൻ. ഇതേപോലെ എന്ത് കാണുക? കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ കൊടുക്കുന്നു. സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് സിഗ്മ എക്സ് ബൈ n ദ ഹോൾ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അറിയാവുന്ന വാല്യൂസ് എല്ലാം. അന്നേരം തെറ്റായിട്ടുള്ള വാല്യൂസ് ആട്ടോ കൊടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ സിഗ്മ എക്സിന് 4000 എന്ന് തന്നെയാണ്, ഇൻകറക്റ്റ് സം തന്നെ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോഴത്തേക്ക് 5 ഈക്വൽ ടു റൂട്ട് ഓഫ് എന്നൊരു ടേം വരും. ആ റൂട്ട് മാറ്റാൻ വേണ്ടി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ മതി. അതായത് 5ൻ്റെ സ്ക്വയർ എടുക്കുക, റൂട്ടുള്ള ടേമിൻ്റെ സ്ക്വയർ എടുക്കുക. റൂട്ടുള്ളൊരു ടേമിൻ്റെ സ്ക്വയർ എടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ റൂട്ട് മാറി കിട്ടും. അതുകൊണ്ടാണ് 5 സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 1600 എന്ന് കിട്ടിയത്.
5 സ്ക്വയർ എന്ന് വെച്ചാൽ 25 ആണ്. ഈ -1600 നമുക്ക് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് പ്ലസ് ആവും. അതാണ് 1600 + 25 എന്ന് വന്നത്. മിച്ചമുള്ളത് അതുപോലെ റൈറ്റ് സൈഡിൽ എഴുതി. ദാറ്റ് മീൻസ് സോൾവ് ചെയ്ത് വരാൻ നേരത്ത് 1625 = σx²/100 എന്ന് കിട്ടും. σx² ഒരു സൈഡിൽ നിർത്താം. /100 = അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ × 100 ആവും. അപ്പം σx² = 1625 × 100 എന്ന് കിട്ടി. ഇപ്പോൾ കിട്ടിയത് ശരിയായിട്ടുള്ള σx² ആണോ? അല്ല, തെറ്റായിട്ടുള്ള σx² ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. നമുക്കിനി എന്ത് കാണണം? കറക്റ്റായിട്ടുള്ള σx² കാണണം അല്ലേ? കറക്റ്റ് σx² എങ്ങനെ കാണാൻ പറ്റും? തെറ്റായിട്ടുള്ള σx²ൽ നിന്നും റോങ് ഐറ്റത്തിൻ്റെ സ്ക്വയർ കുറയ്ക്കുക, ശരിയായിട്ടുള്ള ഐറ്റത്തിൻ്റെ സ്ക്വയർ കൂട്ടുക. ലോജിക്കാട്ടോ ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയ ആൻസർ ഇൻകറക്റ്റ് സം സ്ക്വയർ, അതായത് 162500 മൈനസ് റോങ് ഐറ്റത്തിൻ്റെ സ്ക്വയർ. റോങ് ഐറ്റം എന്ന് വെച്ചാൽ 50യുടെ സ്ക്വയർ 2500 പ്ലസ് ശരിയായിട്ടുള്ള ഐറ്റത്തിൻ്റെ സ്ക്വയർ, അത് 40യുടെ സ്ക്വയർ. 40² എന്ന് വെച്ചാൽ 1600. അപ്പോൾ ചെയ്യുമ്പോൾ 161600 എന്ന് കിട്ടും. ഇത് കറക്റ്റ് σx² ആണ്. ഓക്കെ, അപ്പോൾ ഇനി കറക്റ്റ് SD കാണാൻ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? σx²/n - σx/n². ഇതിലോട്ട് കറക്റ്റായിട്ടുള്ള വാല്യൂസ്, അതായത് σx² കറക്റ്റായിട്ടുള്ള വാല്യൂ വേണം, σxൻ്റെ വാല്യൂ കറക്റ്റ് വാല്യൂ വേണം കൊടുക്കാൻ. ആ രണ്ട് വാല്യൂസും കറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4.90 എന്ന് കിട്ടും SD. ഓക്കെ, then comes merits and demerits of standard deviation. തിയറി പാർട്ടാണ്, വായിച്ചു നോക്കിയാൽ മതി, എളുപ്പം. അത് തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ സെമിനാർ എടുക്കുന്ന പോർഷൻസ് ആണ്. വായിച്ചു നോക്കുക, എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. And the last one is measures of dispersionൽ നമ്മുടെ ആറാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ ലാസ്റ്റ് മെത്തേഡാണ് ലോറൻസ് കർവ്. ഇത് കൂടുതലായിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 1 മാർക്കിനൊക്കെ വരാറുണ്ട്. ഇത് തിയറി ആയിട്ടാണ് വരുന്നത്. ലോറൻസ് കർവ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് ഷോയിങ് ഡീവിയേഷൻ ഓഫ് സൈസ് ഓഫ് ഐറ്റംസ് ഫ്രം ദ ആവറേജ്. ആവറേജിൽ നിന്നും ഡീവിയേഷൻ ഓഫ് സൈസ് ഓഫ് ഐറ്റംസ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് ലോറൻസ് കർവ്. ഇത് ഡിവൈസ് ചെയ്തത് അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നത് ഡോക്ടർ മാക്സ് ഒ ലോറൻസ് ആണ്. ആൻഡ് ഹി യൂസ് ദിസ് ടെക്നിക് ഇൻ മെഷറിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം. വെൽത്ത് അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മെഷർ ചെയ്യാനായിരുന്നു ഈ ലോറൻസ് കർവ് യൂസ് ചെയ്യുന്നത്. പൊതുവേ ഒരു രാജ്യത്തിൻ്റെ ഇൻകത്തിനും വെൽത്തിനും വരുമാനത്തിനും ധനത്തിനും ഉള്ള ഇനിക്വാളിറ്റീസിനെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ലോറൻസ് കർവ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പല ടൈം പീരീഡിൽ പല രാജ്യങ്ങളിൽ ഉള്ള ഈ വെൽത്ത് ഡിഫറൻസിൻ്റെ അല്ലെങ്കിൽ ഡീവിയേഷൻസിൻ്റെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടും ലോറൻസ് കർവ് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം വലിയൊരു പോർഷൻ തന്നെ ആയിരുന്നു. ഇനിയുള്ള ചാപ്റ്റേഴ്സൊക്കെ, ഇനിയുള്ള മൊഡ്യൂൾസൊക്കെ നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അത്യാവശ്യം ഷോർട്ട് മൊഡ്യൂൾസാണ്. ഇത് മാത്രമേ ഇത്രയും വലിയൊരു മൊഡ്യൂൾ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാമിന് ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഫുള്ളായിരിക്കും ഉണ്ടാവുക. കുറച്ചധികം പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതിപ്പോഴേ പഠിച്ചു പോവുക. ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും ഇൻറ്റേർണൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷൻ കിട്ടുന്ന ടൈമിനൊക്കെ നേരത്തെ തന്നെ ഇത് പഠിച്ചു വയ്ക്കുകൊള്ളുക. തലേ ദിവസം എടുത്തിട്ട് പഠിച്ച് എക്സാം എഴുതാമെന്ന് വെച്ചാൽ ഒരു രീതിയിലും മാർക്ക് ഉണ്ടാവത്തില്ല. മാർക്ക് കിട്ടാൻ പാടാണ്. നിങ്ങൾ ഇക്വേഷൻസൊക്കെ മറന്നു പോവും. അത് ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും. അതുപോലെ ഒരു പക്ഷേ റെഗുലർ ക്ലാസ്സും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ജനുവരി തൊട്ട്. നമുക്ക് ഉറപ്പില്ല, പക്ഷേ ഇത് സ്റ്റിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ജനുവരി തൊട്ട് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ക്ലാസ് റൂം വന്ന് ഡയറക്റ്റ് എക്സാം എഴുതേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇക്വേഷനൊന്ന് നോക്കി കോപ്പി അടിക്കാമെന്ന് പോലും വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി പഠിക്കുക. അതല്ലെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ പലരും ഓർക്കും ഇൻറ്റേർണൽ എക്സാംസ് അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റൊക്കെ ഇടുമ്പോൾ ഓൺലൈനല്ലേ, പയ്യെ ടെക്സ്റ്റ് തുറന്നാൽ എനിക്ക് ഇക്വേഷൻ കിട്ടുമല്ലോ, ബാക്കി ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് പഠിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് യൂണിവേഴ്സിറ്റി എക്സാം എന്തായാലും ഓൺലൈൻ ആയിരിക്കത്തില്ല. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർ നേരിട്ട് റിട്ടൺ എക്സാം തന്നെ എഴുതിപ്പിക്കും. യൂണിവേഴ്സിറ്റി എക്സാം ഈവൻ ദോ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുത്തെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. എക്സാം നമ്മൾ
എഴുതേണ്ടി തന്നെ വരും. അപ്പോൾ ആ ടൈമിന് പെട്ടെന്ന് പഠിച്ചെടുക്കുക പാടാം, പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റ്. അപ്പോൾ ഓരോന്നും ഞാൻ പറയില്ല, അന്നന്നത്തെ പോർഷൻസ് അന്നന്ന് പഠിച്ച് പോയാൽ ഇത്ര പാടുണ്ടാവത്തില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എളുപ്പമാണ്. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഒത്തിരി അധികം ഇക്വേഷൻസും കുറേ ഹെഡിങ്സും ഉണ്ട്. ആ ഹെഡിങ്സും ഇക്വേഷനും ബൈ ഹാർട്ട് ആണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തോളാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.